പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ഉർദു ചാനലിലേക്ക് സ്വാഗതം. വെൽക്കം ടു മിസ് ഉർദു. ഉർദു അക്ഷരങ്ങളുടെ വാക്കുകൾ എഴുതാനും വായിക്കാനും പഠിക്കുക എന്ന 3 വീഡിയോകൾ ഇതിനകം നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. അതിൻ്റെ 4ാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോ, പാർട്ട് 4. ഒന്നാമത്തെ വീഡിയോയിൽ അലിഫ് മുതൽ സേ വരെയുള്ള ഭാഗം നമ്മൾ നോക്കി, പാർട്ട് 1-ൽ. അതിനുശേഷം സേക്ക് ശേഷം വരുന്ന ജീം മുതൽ സേ വരെയുള്ള അക്ഷരങ്ങളുടെ വാക്കുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, പാർട്ട് 2 എന്ന വീഡിയോയിൽ. അതിനുശേഷം സീൻ മുതൽ ഗാഫ് വരെ പാർട്ട് 3-ൽ പഠിച്ചു. അതിനുശേഷം വരുന്ന വാക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് മുമ്പത്തെ വീഡിയോകൾ കാണാത്ത ഏതെങ്കിലും കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആദ്യം അതൊന്ന് പോയി കാണണേ. 3 പാർട്ടുകളുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. എല്ലാവരും അതൊന്ന് കാണണം. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ അത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. മുമ്പ് വീഡിയോ കണ്ടവരും ഇനി കാണാൻ പോകുന്ന വീഡിയോയിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. വരും വീഡിയോകളിൽ അതൊക്കെ തിരുത്തി ഞാൻ വീഡിയോകൾ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. ദോസ്തോ, ആജ് കാ വീഡിയോ ശുരു കരേ. ഇന്നത്തെ ആദ്യത്തെ അക്ഷരമാണ് ലാം. ലാം. ലാമിൽ ആദ്യം വരുന്ന വാക്ക് ലിഫാഫ. ലിഫാഫ, എൻവലപ്പ്. ലാം ഫേ അലിഫ് ഫേ ഗോൾ ഹെ, ലിഫാഫ. അടുത്ത വാക്കാണ് ലോമടി. ലോമടി. ലാം വേ മീം ഡേ ചോട്ടിയെ, ലോമടി. ലിഫാഫ ലോമടി. ലിഫാഫ ലോമടി. അടുത്ത അക്ഷരം മീം. മീം. ആദ്യ വാക്ക് മോർ, പീകോക്ക്, മയിൽ. മീം വാവ് റേ, മോർ. മേസ്. മേസ്. मीम छोटी ए जे, मेज, टेबल, मेशा. मेज मोर. मेज मोर. അടുത്ത അക്ഷരം നൂൻ. നൂൻ. ആദ്യ വാക്ക് നാരിയൽ. നാരിയൽ. നൂൻ അലിഫ് റേ छोटिए लाम, नारियल. അടുത്ത വാക്കാണ് നീംബു, ലെമൺ. നീംബു. നൂൻ ചോട്ടിയെ മീം ബേ വാവ്, നീംബു. നാരിയൽ നീംബു. നാരിയൽ നീംബു. അടുത്ത അക്ഷരം വാവ്. വാവ്. ആദ്യത്തെ വാക്ക് വർക്ക്. വർക്ക്, വറക്ക്. പേജ്. വാവ് റേ ഖാഫ്, വറക്ക്. വർദി. അടുത്ത വാക്കാണ് വർദി. വാവ് റേ ദാല് ചോട്ടിയെ, വർദി, യൂണിഫോം. വറക്ക് വർദി. വറക്ക് വർദി. അടുത്ത അക്ഷരം ഹേ. ഹേ ഗോൾ ഹേ. ഹാത്തി. ഹാത്തി. ഗോൾ ഹേ അലിഫ് തേ ദോ ചഷ്മി ഹേ ചോട്ടിയെ, ഹാത്തി. ഗോൾ ഹേ എഴുതുമ്പോൾ ഇത് രീതിയിലാണ് എഴുതുക. അടുത്ത വാക്ക് ഹിരൺ. ഹിരൺ. ഗോൾ ഹേ റേ നൂൻ, ഹിരൺ. हाथी हिरण. हाथी हिरण. आना मान.
അടുത്ത അക്ഷരമാണ് ഹംസ. ഹംസയുടെ വാക്കുകൾ പറയുന്നതിന് മുമ്പ് ഹംസ എപ്പോഴാണ് ഉപയോഗിക്കുക എന്ന് പറയാം. ഇംഗ്ലീഷിലെ വവൽസ് AEIOU, അതുപോലെ മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾ, അതുപോലെ ഉറുദുവിലുണ്ട് വവൽസ്. അതാണ് അലിഫ്, വാവ്, ചോട്ടിയെ, ബഡിയെ. ഇതിൽ അലിഫ് ഒഴികെയുള്ള ബാക്കി വവൽസിൽ ഹംസ ഉപയോഗിക്കും. അത് എപ്പോഴാണ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു തരാം. അതായത് ഏതെങ്കിലും അക്ഷരത്തിൽ ഏതെങ്കിലും വേർഡ് എഴുതുമ്പോൾ, ലെഫ്സ് എഴുതുമ്പോൾ അലിഫിന് ശേഷം വാവോ, ചോട്ടിയെ, ബഡിയെ എന്നീ അക്ഷരങ്ങൾ വരികയാണെങ്കിൽ ഇതിന് മുകളിലായിട്ട് ഹംസ രേഖപ്പെടുത്തും. ജാവോ, ജെയിമിന് ശേഷം അലിഫ് വന്നിട്ട് അതിനുശേഷം വാവ് വന്നതുകൊണ്ടാണ് അവിടെ ഹംസ വന്നത്. അതുപോലെ എല്ലാ വാക്കുകളും ജായി, ജായെ, ഗാവോ, ഗായി, ഗായെ. വാവിന് ശേഷം വരുന്ന വവലാണ് ചോട്ടിയെ, ബഡിയെ. അപ്പം അതിനുശേഷവും ഇതുപോലെ വരും, ഹംസ ഇടും. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ വീഡിയോ ചെയ്യാം. ഉദാഹരണത്തിന് ചായേ, അലിഫിന് ശേഷം ബഡിയെ വന്നതുകൊണ്ടാണ് ഹംസ ഇട്ടത്. അടുത്ത ഹർഫാണ് ചോട്ടിയെ. ചോട്ടിയെ, യാക്ക്, കാട്ടുപോത്ത്. ചോട്ടിയെ, അലിഫ്, കാഫ്, യാക്ക്. അടുത്ത വാക്ക് യക്ക, കുതിരവണ്ടി, യക്ക. ചോട്ടിയെ, കാഫ്, ഗോൾഹെ, യക്ക. യാക്ക്, യക്ക, യാക്ക്, യക്ക. അടുത്ത അക്ഷരം ദോ ചശ്മി ഹെ. दो चश्मे है से कोई लफ्ज़ शुरू नहीं होता, ये हमेशा दरमियान या आखिर में आता है. दो चश्मे है കൊണ്ട് തുടങ്ങുന്ന ഒരു വാക്ക് പോലുമില്ല, അതെപ്പോഴും മധ്യഭാഗങ്ങളിലായിട്ടോ അവസാനമായിട്ടാണ് ഉണ്ടാവാറുള്ളത്. इसके अलावा दो चश्मे है दूसरे हुरूफ से मिलकर तीसरी आवाज़ बनाता है. അതായത് ഇത് വേറൊരു അക്ഷരത്തിനോട് കൂടി ചേരുമ്പോൾ അതൊന്നുകൂടി ഉറപ്പിച്ച് പറയുന്ന രീതിയിൽ നമ്മൾ പറയണം. ബേന്റെ കൂടെ ദോ ചശ്മി ഹേ ചേർന്ന് ഭ, അതുപോലെ തന്നെ പേന്റെ കൂടെ ദോ ചശ്മി ചേർന്ന് കഴിഞ്ഞാൽ ഭ, അതിനെ നമ്മൾ ഫൂൽ, ഫൽ എന്ന് പറയും. ഗഡി, ഗോഡ എന്നെല്ലാം ഈ ദോ ചശ്മി ഹേ വരുമ്പോഴാണ് നമ്മളത് ചേർത്ത് പറയുന്നത്. മുമ്പ് അക്ഷരങ്ങളുടെ വാക്കുകൾ പഠിക്കുന്ന ആ സമയത്ത് തന്നെ ഈ ദോ ചശ്മി ഹേ വരുന്ന വാക്കുകൾ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്. അതായത് ഘോഡ, ഫൂൽ, ഢോൽ, ഇതൊക്കെ ദോ ചശ്മി ഹേ വന്നതുകൊണ്ടാണ് ആ അക്ഷരങ്ങൾ ഒന്നുകൂടി ഉറപ്പിച്ച് പറഞ്ഞത്. അടുത്ത അക്ഷരം വരുന്നത് ബഡിയെ. ബഡിയെ से भी कोई लफ्ज़ शुरू नहीं होता, ये हमेशा आखिर में आता है. തോത്ത എന്നൊരു വാക്ക് നമ്മൾ പഠിച്ചതാണ്. അവിടെ ഒരു തത്ത, തോത്തേ എന്ന് പറഞ്ഞാൽ തത്തകൾ. അപ്പോൾ തോത്തേൻ്റെ അലിഫിന് പകരം ബഡിയെ ഇട്ട് കഴിഞ്ഞാൽ തോത്തേ. അതുപോലെ തന്നെ അടുത്തൊരു വാക്കാണ് കപ്പട എന്ന് പറഞ്ഞാൽ ഒരു വസ്ത്രം. വസ്ത്രങ്ങൾ എന്ന് പറയണമെങ്കിൽ കപ്പടേ, ലാസ്റ്റ് ബഡിയെ ഇടണം. അപ്പോൾ കാഫ്, പേ, ഡേ, ബഡിയെ, കപ്പടേ. ഇന്നും എടുത്ത ഭാഗങ്ങളിൽ വരുന്ന ഹംസ, ദോ ചശ്മി ഹേ, ബഡിയെ എന്നീ അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ നമ്മൾ മുമ്പ് പഠിച്ച വാക്കുകളിലുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നുള്ളത് വ്യക്തമാകുന്നതാണ്. ഇനിയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വരുന്ന വീഡിയോകളിൽ ക്ലിയർ ചെയ്യാം നമുക്ക്. ഹറൂഫെ തഹജിയിലെ എല്ലാ അക്ഷരങ്ങളും കവർ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഖുദാ ഹാഫിസ്, ബൈ.